കണ്ണൂർ ജില്ലയിലെ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേത ഭൂപടത്തിലേക്ക് അപൂർവേനം പക്ഷികളുടെയും ജീവികളുടെയും ഇഷ്ട ഇടമാവുന്നു മുണ്ടേരിക്കടവ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പക്ഷി സങ്കേത സാധ്യതാ പഠനം പൂർത്തിയായി. മുണ്ടേരി പഞ്ചായത്തിലെ പക്ഷി സങ്കേത സാധ്യതയെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പക്ഷി സങ്കേത സാധ്യതാ പഠനം പൂർത്തിയായി. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പക്ഷി സങ്കേത പഠനം പൂർത്തിയായപ്പോൾ വൻ സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. 18,000-ഓളം പക്ഷികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 60 ദേശാടന പക്ഷികളാണ്. പരിസ്ഥിതി പഠനത്തിനും പക്ഷി നിരീക്ഷണത്തിനും ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് മുണ്ടേരിയെന്ന് ടി കൃഷ്ണൻ പറഞ്ഞു. ടൂറിസം മേഖല വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാടിന്റെ തന്നെ സാമ്പത്തിക മേഖലയെ കൂടി പരിപോഷിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള എല്ലാ മേഖലയിലുമുള്ള എല്ലാ തരത്തിലുമുള്ള ടൂറിസ്റ്റ് സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട ഭരണ സംവിധാനം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മാത്രമല്ല പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമെല്ലാം ആ നിലയിലുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് പോകുന്നുണ്ട്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്യാമള അധ്യക്ഷത വഹിച്ചു. മുണ്ടേരിക്കടവ് ജൈവ വൈവിധ്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ഖലീൽ ചൊവ്വ മുഖ്യ പ്രബന്ധം അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ശബരീഷ് കുമാർ, ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ എ രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷി നിരീക്ഷകരും പ്രകൃതി സ്നേഹികളും സെമിനാറിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേത ഭൂപടത്തിലേക്ക് അപൂർവമായി മാത്രം കാണുന്ന പക്ഷികൾ, ചിലന്തികൾ, തുമ്പികൾ, പൂമ്പാറ്റകൾ, സസ്യങ്ങൾ, മത്സ്യങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് 120 ഹെക്ടറോളം വരുന്ന മുണ്ടേരിയിലെ തണ്ണീർത്തട മേഖല. ഒരു റിപ്പോർട്ട്. കേരളത്തിലെ പ്രധാന പക്ഷികേന്ദ്രങ്ങളിൽ ഒന്നായി നേരത്തെ തന്നെ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി മുണ്ടേരിയെ പരിഗണിച്ചിരുന്നു. ഇവിടുത്തെ 120 ഹെക്ടറോളം ഉൾക്കൊള്ളുന്ന തണ്ണീർത്തടത്തിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 150-ലധികം ഇനം പക്ഷികൾ എത്താറുണ്ട്. 45 ഇനം ചിലന്തികൾ, 34 ഇനം തുമ്പികൾ, 82 ഇനം പൂമ്പാറ്റകൾ, 68 ഇനം സസ്തനികൾ, 150 ഇനം സസ്യങ്ങൾ, 16 ഇനം മത്സ്യങ്ങൾ തുടങ്ങിയവയും കണ്ടെത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഇരണ്ട പക്ഷികൾ പ്രദേശത്തുണ്ട്. ഇവയുടെ നീരാട്ട് ഡിസംബർ, ജനുവരി മാസങ്ങളിലെ വിസ്മയ കാഴ്ചയാണ്. സൈബീരിയ, ആഫ്രിക്കൻ വനമേഖല, ഹിമാലയൻ തുടങ്ങിയ വിദൂര ദേശങ്ങളിൽ നിന്നാണ് ദേശാടന പക്ഷികൾ ഇവിടെ എത്തുന്നത്. വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിൽപ്പെടുന്ന അപൂർവ ഇനം പരുന്തുകൾ മുണ്ടേരിക്കടവിൽ മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. 1,00,000-ലധികം ഇരണ്ടകളാണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ഇവിടെ എത്തുന്നത്. അപൂർവ ഗണത്തിൽപ്പെട്ട പക്ഷികളും വംശനാശ ഭീഷണി നേരിടുന്ന ചേരക്കോഴി, വലിയ പുള്ളിപ്പരുന്ത്, ചെറിയ പുള്ളിപ്പരുന്ത്, കഷണ്ടിക്കൊക്ക്, സന്യാസി താറാവ് തുടങ്ങിയ പക്ഷികളും ഇവിടെ എത്താറുണ്ട്. ചാരത്തലയൻ തിത്തിൽ, മഞ്ഞക്കുറിയൻ താറാവ്, ചാരക്കഴുത്തൻ, വരിയരണ്ട തുടങ്ങിയ 150ഓളം പക്ഷികളെ പഠനസംഘം ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ടൂറിസം, വനം വകുപ്പ്, ജില്ലാ പഞ്ചായത്ത് സംയുക്തമായി പക്ഷി സങ്കേത സാധ്യതാ പഠനം നടത്തിയത്. പഠനത്തിൽ മുണ്ടേരിക്കടവിനെ പക്ഷി സങ്കേതമായി ഉയർത്തുന്നതിന്റെ സാധ്യത, ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത എന്നിവയാണ് കണ്ടെത്തിയത്. അംഗീകാരം ലഭിച്ചാൽ കേരളത്തിലെ ഏതൊരു പക്ഷി കേന്ദ്രത്തെക്കാളും മനോഹരമായ ഒരിടമായി മുണ്ടേരിക്കടവ് മാറും.